നമ്മളെ ചങ്ങേമാരൊക്കെ പറയാനുള്ളത് എന്താ പറയല വരിക്കാണ് അതിലേറെ വേറെ ഒന്നും പറയല പിന്നെന്താ എല്ലാരും മൂഡ് പൊളി മൂഡ്. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മരുഭൂമിയിലൂടെ വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ലക്ഷ്യസ്ഥാനമായ അബഹയിലെ അക്കീക്ക് എന്ന സ്ഥലത്തുള്ള ഡാം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് ആടും മറ്റൊക്കെ കാണാൻ കഴിയും. നല്ല ചെമ്മരിയാട്, കറുപ്പും വെളുപ്പുമായ നല്ല ആട്. റഫീഖിന് കമ്പം ഒരാടിനെ വാങ്ങിയാലോ, വല്ലതും നടക്കുന്ന കാര്യമാണോ എവിടെ. അങ്ങനെ ഡാമിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടം ബംഗാളികൾ ചൂണ്ടലും കുറേ മീനും കൊണ്ട് വരുന്നത്. എല്ലാവരുടെ കയ്യിലും ബക്കറ്റിൽ കുറേ മീനുകളുണ്ട്. അങ്ങനെ നമുക്ക് ചൂണ്ടൽ ഇവരെടുത്ത് കണ്ട ചൂണ്ടൽ വാങ്ങാനുള്ള പരിപാടി. ചൂണ്ടൽ നല്ല വില പേശലാണ് നടക്കുന്നത്. ചൂണ്ടലിന് 20 റിയാൽ, 25 റിയാൽ, 30 റിയാലൊക്കെ ഒറ്റ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡിലൂടെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ അൽ അക്കീക്കിലെ ഡാമിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നോക്കണ്ട, എന്താണ് കച്ചിലടാ ചൂണ്ടല്. ഡാമിലേക്ക് പോകുന്ന ഡാമിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാറ്. ഇവിടെ ഞാനുണ്ട്. ഏത് മൂട്? പൊള്ളി മൂട്. ഇതൊക്കെ സൗദി അറേബ്യയിലാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ നാട്ടിലല്ല, മലമ്പുഴ ഡാമല്ല, അല്ലെങ്കിൽ മറ്റേ ഏതാണ്, ഏത് ഡാമല്ല, മറ്റേ കാഞ്ഞിരപ്പുഴ ഡാമല്ല. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ വരിക അല്ല കേക്ക് ഏകദേശം ഒരു 100-200 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൗദികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് സൗദികൾ മീൻ പിടിച്ചാൽ വന്നിക്കണു. കുറേ ബംഗാളികളും മറ്റവരൊക്കെ ഉണ്ട് ഇവിടെ, അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓലൊക്കെ കിടത്തി വെട്ടി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പൂന്തുവോ അല്ലോ, എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളൂ. ടീമാർ കുറേ പേര്. എന്താണ് ഇതൊക്കെ നോക്കി. സുബ്ഹാനല്ലാഹ്, യാ റബ്ബി അല്ലാഹ്, വേറെ ലെവലാണ് ഇതൊക്കെ. ഇവിടെ മറ്റേ എത്തുണ്ടായിക്കോ, ഏത് എന്താ പറയുക, സുനാമി ഉണ്ടായിക്കോണം. ആകെ മരക്കൊക്കെ വെട്ടി തള്ളിയിട്ടുണ്ട്. എന്താണ് നോക്കിയോളെ മീനായി പിടിക്കുന്നത്. ബംഗാളികളെ എവിടെ പോയാലും മീൻ പിടിച്ചാൽ പോലെ കഴിഞ്ഞിട്ടുള്ളൂ സൗദി അറേബ്യ. അടിപൊളി വലിയ എല്ലാത്തിനും മീൻ ഇതൊക്കെ അറിക്കൊണ്ടേയിരിക്കണു. എന്ത് സംഭവം അതിമുണ്ടായി കൊടുക്കണേ തിന്നാനെ തീറ്റ തീറ്റല്ലേ? ആട്ട, ഈ ആട്ട അല്ലേ? ആട്ട സിന്നാറ, അറബി സിന്നാറ അറിയില്ലേ? രസല്ലേ? ഞങ്ങളൊക്കെ പിരാന്ത ആലോചിച്ചത്. ഇത്രയും ദൂരം വന്ന് ചൂടടാ, 10 കൊടുത്തടാ സൂക്കുന്ന ഈ വൈബ് കിട്ടൂലടാ. അത് വൈബ് കിട്ടൂലല്ലോ. അധ്വാനിച്ച് തിന്നു പറഞ്ഞാല് സത്യമാണ്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ടീം, നമുക്ക് നല്ല ഇഷ്ടമാണ്. നമ്മൾക്കൊണ്ട് കജ്ജോളൂ ഇതൊക്കെ. നമുക്ക് കൊത്തുണ്ടല്ലോ, ചെറിയ കണ്ടാമാനം മീനുകളുടെ ഉള്ളോ, കുട്ടി മീനുകള്. ആ പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഡാമിൽ മീൻ ഇഷ്ടം പോലെ ഉണ്ട്. എന്താല്ലേ നോക്കേ, കൊത്തുണ്ടോ? പിന്നെ ഇതിനെ കിട്ടിയാ ആ ചാക്ക് ഇത് അത് കാണിച്ചു കൊടുക്കുക. നമുക്ക് കിട്ടിയല്ലേ, ഇത് കാണിച്ചു കൊടുക്കുക. ഇതാ ഇതൊക്കെ മീനല്ലേ? ഇതിലല്ല കേട്ടോ, അപ്പുറത്ത് ഇതല്ല നമുക്ക് കിട്ടിയത്, ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ മീനൊക്കെ ഇതാണ് അടിപൊളി മീനുകൾ.
റഫിയേ പറയാ എത്ര നോക്കടാ ഡാമൊക്കെ അല്ലേ ഇതൊക്കെ തന്നെ ചങ്ങായി. ഇത് നോക്കജി ഇത്രയും വലിയ ഡാം. സൗദി അറേബ്യ നമ്മളെ മലമ്പുഴ ഡാമിലാണ് വലിപ്പുണ്ടത്. സൗദി അറേബ്യയിൽ ഇങ്ങനെ കണ്ട ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യത്തിൽ. എനിക്കറിയില്ല. നമ്മളെന്താ വെച്ചാൽ എന്താ അറിയോ, നമ്മൾ കുറേ സ്ഥലം ഒന്നും നമ്മൾ പോകണില്ല, സമയമല്ല നമുക്ക്. അതാണ് പിന്നെ നമ്മള് നമ്മളെ തായ്ഫിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കളിക്കും. അവിടെ ഉള്ള എങ്ങനെ കാണും, അതിങ്ങനെ കാണുന്നല്ലാതെ അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഒഴിവില്ലല്ലോ, കാണേ പിടിക്കേ ഒന്നും ചെയ്യണമെന്നില്ലല്ലോ നമ്മള്. നോകജി ഇതൊക്കെ എത്ര പഴക്കണ്ട ഈ മരങ്ങളെ നോകജി. ഇതിലത് മാത്രമല്ല, ഇതിലിഷ്ടം പോലെ സിലോപ്പി, മീനുണ്ടല്ലോ, അത് നമ്മൾ കരിമീന്, പിന്നെ മറ്റേ പൂയാനോ, അങ്ങനത്തെ ഒരുപാട് മീനുകളുണ്ട് ഇതിൽ. ഇത് ഫാമിലിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, പിടിക്കുക, അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്തല്ലേ നോക്കജി, അഭിപ്രായം എങ്ങനെയുണ്ട്? അടിപൊളിയാടാ. അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അതെ, പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു വൈബ് നമുക്ക് കിട്ടിയില്ല. ഇല്ലല്ലോ, ഇല്ലേ. നമ്മളെ നാട്ടിൽ പോണ ഒരു ഇതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ വെച്ചാൽ മഴ കുറച്ച് കുറവായതുകൊണ്ട് ഇത് മഴ കൊണ്ട് ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടല്ലോ, കുറച്ച് കമ്മി ഉണ്ട് സംശയം ഉണ്ട് അല്ലേ? ഉഷാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ ഫുള്ള് വെള്ളമായി കാരണല്ലേ മല. ആ മലയുടെ ഒക്കെ മുകളിൽ ഇത് ചുറ്റോട്ടം മല കേട്ടോ. ഇവിടെ നിൽക്കുന്നത് അങ്ങേ തലക്കലാണ് ഇതിന് മറ്റേത് കെട്ടിയിട്ടില്ലേ, ഇത് ബണ്ട് കെട്ടില്ല അങ്ങേ ഫാമിലിയൊക്കെ വന്നിരിക്കുന്നത് അവിടെയാണ്. പിന്നെ ഇതില് എന്താ പറയാ മുതല കുഞ്ഞൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടത് ഇറങ്ങാൻ കഴിയൂല, അത് പേടിക്കണേ നമ്മള്. ഇറങ്ങണില്ല, വെള്ളത്തിക്ക് ആരും അങ്ങനെ ഇറങ്ങണില്ല. പക്ഷെ മീൻ പിടിക്കുന്നുണ്ട്, പോലെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. അവിടൊക്കെ ആ തലക്കിലൊക്കെ അവിടൊക്കെ ആ തലക്ക കാണാൻ കണ്ടില്ലേ, ഫാമിലീസ് വന്ന് ബീച്ചിലിരിക്കണ മുകളിൽ ഇരിക്കണം അവിടെ. അതിൽ മീൻ പിടിക്കുന്നുണ്ട്. അത് 4 ഭാഗം മല കണ്ടില്ലേ. മഴയാണ് പെയ്ത് കഴിഞ്ഞാൽ ഈ മലമത്തെ വെള്ളം കംപ്ലീറ്റ് ഈ ഡാമൊക്കെ വരിക. അപ്പോൾ എന്താ പറയാ, ഒന്നേ പറയാനുള്ളൂ, അത്യാവശ്യം കാണാണ്ട് വന്നാൽ മുതലാവോ. എത്രക്ക് നമ്മളെ ചങ്ങേമയോടൊക്കെ പറയാനുള്ളത്, എന്താ പറയാ വരികാണ്, അതിലേറെ വേറെ ഒന്നും പറയാ. പിന്നെന്താ, എല്ലാരും മൂട് മൂട്. എവിടെ പോയാലും കച്ചവടമാണ് സുഫിയാന് പണി. ഇപ്പൊ ഈ മറ്റേ ചൂണ്ടല് കച്ചവടമൊക്കെ പരിപാടിയാ. അവിടെ നോക്കി നിങ്ങള് ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു ചൊറുക്ക്, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഇന്ന് പിടിച്ച മീനാ ഇത് കൊണ്ട് നമ്മളെ റൂമിക്കാണ് ചെല്ലുകയാണെന്നുണ്ടല്ലോ പറയും വേണ്ടിയല്ല. ഇത് ഫുള്ള് എല്ലാവർക്കും ഒരുക്കട്ടെ നമുക്ക്. എത്ര വർത്താനോ എങ്ങണ്ടായിരുന്നു ഒന്നും പറയാ, എങ്ങണ്ട് മൂട് ഡയലോഗ് അടിച്ചോളൂ. ഏത് എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ കണ്ടതാ എത്ര ചോദിച്ചാനേ ഇങ്ങനെ എത്ര നല്ല സ്ഥലത്ത് കൊണ്ടുവരണം, നമ്മളിങ്ങനെ സ്ഥലത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വേറെ തരം വൈബ് തന്നെ കാരണം. ഇന്നത്തെ ഒരു ദിവസം അറിഞ്ഞിട്ടല്ല, അടിപൊളി, ഒന്നും പറയാം, എൻജോയ് ചെയ്തു, ഹാപ്പിയാണ് 100%, 200. അപ്പൊ ഇനി നമുക്ക് നമ്മളെ സുഹൃത്തുക്കളായ കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്ന് കാണണം. അതേമാതിരി മീൻ പിടിച്ചിട്ടും ആസ്വദിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ കുറെ തന്തവൈബിലെ ടീമുണ്ട്. ഒന്ന് ചെയ്യാവാക്കാം പോർന്ന് വെച്ചു സിയാബാക്ക ഒറ്റ ഡയലോഗ് അടിച്ചത് അറിയോ, അങ്ങനെ പോണ നമുക്ക് കാണണം പറഞ്ഞു. വല്ലാണ്ട് മറ്റേ നെഗറ്റീവ് അടിച്ചേ, അതായത് നമ്മളങ്ങോട്ട് ഒറ്റ വർത്താനം പറയാനുള്ളൂ. ഏതറിയോ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് നല്ല സന്തോഷത്തിൽ ജീവിക്കുക. അപ്പൊ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഈ ഡാം മാഷാ അല്ലാഹ്. അത് എവിടെ അറിയോ, സൗദി അറേബ്യയില് അൽബഹയില് അക്കീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം നമ്മൾ തായ്ഫിൽ നിന്ന് 150 കിലോമീറ്റർ പോരാണ്ട്, 150 കിലോമീറ്റർ. അപ്പോൾ ആർക്കും ഇത് വന്ന് കാണാം. ലൊക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ തായ്ഫിലെ എല്ലാ സുഹൃത്തുക്കളും സൗദി അറേബ്യയിൽ വരുന്ന എല്ലാ ആളുകളും ഇതൊക്കെ ഒന്ന് വന്ന് കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, സെറ്റ്. കേട്ടോ
അങ്ങനെ അവസാനം ഞങ്ങൾ പിടിച്ച ഈ ഡാമിൽ നിന്ന് പിടിച്ച മീനൊക്കെ ഞങ്ങൾ നന്നാക്കാന്നുള്ള തീരുമാനത്തിലെത്തി. നന്നാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് കഴിക്കും ഇൻഷാ അല്ലാഹ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും നോക്കണില്ല, കുറച്ച് മീൻ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യും, നന്നാക്കിയാണ്ട് അല്ലേ റഫിയേ? ഇടങ്ങാറുണ്ടാവുന്നത് സാരമില്ല, നോക്കിയിട്ടല്ല. ഇതൊക്കെ എന്താ അറിയോ, ഇതിലും നമ്മളൊന്നും വിചാരിക്കരുത്, നമ്മളെ സന്തോഷമാണിത്, ഹാപ്പിനെസ്സാണ് അല്ലേ. അപ്പോൾ ഈ മീൻ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരട്ടോ. നമ്മളെല്ലാ സുഹൃത്തുക്കളെയും കൂട്ടി നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്. ഓല് റെഡിയാണോ നമ്മൾ റെഡിയാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് പോകുന്ന മുകളിൽ നമ്മൾ ഇല്ല ആൾക്കാരാണ് പോരും, അതത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകൾ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ വലിയ മീനാണ് കണ്ടില്ലേ, ഒരു 3 കിലോ മീൻ കിട്ടിക്കണം ഈ കാണുന്ന മീൻ. അപ്പോൾ നോക്കി നിങ്ങൾ, വൈകിട്ടില്ല കാഴ്ചയാണിത്, 6 മണി. നമ്മളെ വണ്ടിയുടെ കിടക്കുന്നുണ്ട്. ഈ ഡാമിന്നല്ലേ, ഡാമിന്ന് പിടിച്ച മീൻ നന്നാക്കുക. ഇനി നന്നാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ ഇത്രയും പിടിച്ചോ മാഷാ അല്ലാഹ്. നോക്കി നിങ്ങൾ എന്തൊക്കെ മീനാണ് ഇതൊക്കെ, ഒക്കെ വന്ന് പിടിച്ച മീനാണ്. ഇവിടുന്ന് നന്നാക്കിയിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോകണം എന്നാണ് ഇവരെ പരിപാടി ഇൻഷാ അല്ലാഹ്. അതിനെ നമ്മളീ സന്തോഷം, ഇവിടുന്ന് കഴിക്കുക, നന്നാക്കുക, കഴിക്കുക, തിന്നുക. ഈ കാണുന്ന ഈ ഡാമാട്ടോ. അപ്പോൾ രാത്രി വൈബാണ്. എന്താണ് പരിപാടി? നോക്കാം അങ്ങനെ എത്തല്ലേ, രാത്രി വീണ്ടും മീൻ ചൂടല്. എന്താണ് മജ്‌ലിസ്. മീനിതവിടെ മസാല ഇട്ടുണ്ട്, ഇങ്ങനെ കട്ടക്കൊണ്ട് മസാല ഇട്ടിട്ട്. ഇത് സ്ഥലം ഏത് വെച്ചാലേ നമ്മൾ നേരത്തെ വന്ന ഈ പോയിൻ്റ് ഒക്കെ തന്നെ കേട്ടോ. പോയിൻ്റാണ് കളികൾ, ഫുൾ സെറ്റ്, ഫുൾ വൈബ്. എടുക്കട്ടെ, ഇതെടുത്തോ, എന്താ സംശയം, ഇത് തിന്നിട്ടുള്ള കളിയുള്ളൂ. ചോത്തിയോ അത് തിരിച്ചാങ്ങിടാ, അത് തിരിച്ചാങ്ങില്ലേ. എളുപ്പം പോണേ നമുക്കറിയാമല്ലോ. ഉച്ചക്ക് നൂഡിൽസ് വിത്ത് മീന്. ഇനിയിപ്പോൾ രാത്രി വീണ്ടും നമ്മള് അങ്ങനെ പ്രശ്നമുണ്ട്. പാത്രക്കെ മറ്റേ വണ്ടി ബാക്കിലോ, എൻ്റെ ബാക്കിലുണ്ട്. അതൊക്കെ എണ്ണ വെച്ചിട്ടുണ്ട്. അതല്ല എന്തൊക്കെയാണ് രാത്രി ഇന്ന് മറ്റേ ചൂണ്ടിട്ട മീന് ഇത് നമ്മൾ രാത്രി ചുടാൻ പോവാണ്. നേരത്തെ ഞങ്ങൾ നന്നാക്കി കൊടുത്തില്ലേ, ആ മീനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കാട്ടിൽ വന്നിട്ട് ചുടുകയാണ്. ഇപ്പോൾ ഒരു രസമാണ്, എല്ലാം രസങ്ങൾ. അങ്ങനെ മീൻ പൊരിക്കുന്നതിലേക്ക് വെളിച്ചെന്ന് പറഞ്ഞ ഇത് രംഗം നമ്മൾ കാണാൻ പോണു. ചോദിച്ചോ ആന്ന് എന്താ ഭായ്. പൊരിച്ച മീന് അല്ലേ, അതും പുഴയിന്ന് പിടിച്ചല്ല, ഇത് അണക്കെട്ടിന്ന് പിടിച്ചല്ല നമ്മള്, ഡാം മീനാട്ടോ, വളർത്തു മീനാണ്. ബാക്കി ഇതൊക്കെ എപ്പോഴാ പൊരിച്ച് തീരാ നമ്മള്, അത് തിന്നും വേണ്ടപ്പോ നമ്മക്ക്. എന്താ സംശയമല്ലേ, ആവശ്യമല്ല. നാടൻ മീൻ എങ്ങനെ കഴിക്കാന്നാണ് ഡോക്ടർ എന്നുള്ളത്. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരുള്ളൂ. ഇനിയും തായ്ഫൊക്കെ 140 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നല്ല ചിന്ത നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇത് കഴിച്ചിട്ട് നമ്മൾ ഒരൊറ്റ പോക്ക്. വീണ്ടും നമ്മളെ പൂച്ച അവിടെ കിടക്കുന്നു കേട്ടോ. പൂച്ച എവിടുന്നത് വരുന്ന അള്ളാഹുവാലോ. നട്ടപ്പാതിരാക്കുന്ന തന്നെ പൂച്ച മീനിൻ്റെ സ്മെല്ല് ഇട്ടിട്ട് ഈ കാട്ടിൽ, ഈ പോയമ്പാലിൽ പൂച്ച ഉണ്ട്. ചട്ടി തെറ്റില്ലല്ലോ. വെള്ള വെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണക്ക് വെള്ളം പറഞ്ഞോ. വെക്കാനായോ വെക്കണോടാ, വെക്കണേ കിട്ടോ. ഏതൊക്കെ മോഡലോട് നെയ്മത്തിയാവുണ്ട്. അത് കൊള്ളൂല, ഇനി വെക്കേണ്ടി വരുമോ? ഒന്ന് കൊള്ളിക്കണം.
ഈ പൊടി തിരികെ ശരിയും സാധനമാണിത്. ഇതാക്കാം കുറച്ചുണ്ട് ഊരേ ഈ വഴക്കുണ്ടോ? എണ്ണായാലോ ഇവിടുത്തെ മീൻ കൊടുക്കും നമ്മള്. മതിട പൊട്ടാ പോടാ വന്നിട്ടാ അതാ നെറ്റ് നോക്കിയത് മറ്റേ ക്ലിയർ അല്ലാത്ത ഇവ എണ്ണായിക്കോണ്ടാ. ആ ഇപ്പോൾ ക്ലിയറാ. ഞാൻ ഇരിക്കേ അറിയില്ല മീൻ കിട്ടില്ല. ഒന്നും കൊണ്ടുവന്ന അവിടെ കൊണ്ടേക്കോ. നമ്മൾ അവിടെ നീച്ചുന്നാ മതി. അവിടെ തന്നെ നീച്ചുന്നാ മതി. ജസ്റ്റ് അവിടെ നീച്ചുന്നിട്ട് മസാല അല്ലേ? അറേബ്യൻ മസാല ഇത് മസാല കൂട്ടാണ്. അറേബ്യൻ മസാല സംഭവം ഉഷാറായി കേട്ടോ. ഒരു ഭാഗത്ത് മാത്രം സ്റ്റഡി അല്ലേ? എൻ്റെ കുറച്ചവിടെ അന്ന് കുറച്ചുകൂടെ അടിച്ചോട്ട് എറണാകുളത്ത് അടിച്ചോട്ടെ. ഇവിടെ അടിയിൽ കുറച്ചുകൂടെ ഇരിക്കേ അതൊക്കെ മറിച്ചേ ആയോ ചൂട്ടായോ? എന്താ കൊമ്പാണ്. കൊമ്പ് കിട്ടിയതിട്ട് പോയിട്ടില്ല, അതാണ് കുഴപ്പം. ഫസ്റ്റ് റൗണ്ട് മീനാട്ടോ. ഫസ്റ്റ് റൗണ്ട് മീനാണ് ഈ കാണുന്നത്. പൊരിച്ചിങ്ങനെ കണ്ടില്ലേ? ഏയ് മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഒരു നല്ലൊരു കഷ്ണം എടുത്തിട്ടേ കണ്ടില്ലേ? ഇതൊരു കഷ്ണം ഇതിലെടുത്തിട്ട് നമുക്ക് തിന്ന് നോക്കാം. നല്ല അടിപൊളി പൊയമീൻ്റെ ടേസ്റ്റാണ്. കളി മാത്രം ആക്കിയത്. അങ്ങനെ അടുത്ത സെക്ഷനും ആയി മീന്. വാവ്, ഔ എന്താ സ്മെല്ലടോ. എടോ അനക്ക് ഭയങ്കര കൈപ്പുണ്യ കേട്ടോ. ഈ കൂട്ടോടുന്ന പഠിച്ചത് അല്ലേ? ഓർക്ക് ഷെഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ മീനിൻ്റെ ഹോട്ടലൊക്കെ തുടങ്ങാം. കാരണം കണ്ടില്ലേ ഇങ്ങനെ പൊള്ളിച്ചു പുതിയാൻ പോകണില്ല. അതായത് എല്ല് വേറെ കഷ്ണം വേറെ ആയി പോരണം, അറച്ച് വേറെയും പോരണം. അത് ഓനെ കൂടെ കജ്ജുള്ളൂ, എന്നെ കൂടെ കജ്ജുള്ളൂ. അത്രേ ഉള്ളൂ. ഇടങ്ങാറാൻ പാടില്ല. മറ്റേ നമ്മൾ മുള്ളും ചങ്ക് കുത്തി കഴിഞ്ഞാലേ ഏതായാലും മാഷാ അല്ലാഹ് ഉഷാറായി. ഏയ് അതിൻ്റെ അടിപൊളി ചെറുനാരങ്ങ മസാലയുടെ കുറച്ച് പൂച്ച കൊടുക്കാം. എന്താ പറയുക, മറ്റേ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബൈ ചാൻസ് എന്തെങ്കിലും കണ്ണേറോ മറ്റേതൊന്നും തട്ടാൻ പാടില്ല. അങ്ങനെ മാഷാ അല്ലാഹ് ഞങ്ങളെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. മീനെ കണ്ടില്ലേ വെട്ടിത്തിളങ്ങണ്ട്. അടിപൊളി. ഇനി ഇത് കഴിക്കുന്ന എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ നമുക്കറിയാം. മീനും നമ്മളെ ഈ മസാല എല്ലാം കൂടെ. സുഫിയാൻ ബായ് നോക്കട്ടെ. നാരങ്ങ പിഴിഞ്ഞു. നല്ല തീരുമാനമാണ്. എങ്ങനെ നോക്കേ എൻ്റെ അഭിപ്രായം പറഞ്ഞ കഴിച്ചാണ്ട് അടിപൊളിയാ. എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പറയാ. ഓ കളർ തന്നെ മതിലടാ. ഉരിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചുവട്ടിക്കൂടി. ഇന്നലെയും കൂടി ഇല്ല. എന്താ അടിപൊളി. നോക്കട്ടെ നല്ലൊരു പീസ് എടുക്കട്ടെ. നല്ല വെന്തല്ല കുറച്ച് ഇതും തുള്ളി മസാലയും കൊടുക്കട്ടെ. എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ
ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല അടിപൊളി ടേസ്റ്റിലൊരു മീൻ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മാഷാ അല്ലാ, അടിപൊളിയായി കൊണ്ടോ, സൂപ്പറാ. നമ്മളെ പ്രിയ സുഹൃത്ത് റഫീഖ്, നമ്മളെ പ്രിയ സുഹൃത്ത് സുഫിയാൻ, പിന്നെ ഞാനും. ഇതാരാണ് നിസാറോ? അപ്പൊ നമ്മളെ ബ്ലോഗ് എല്ലാവരും കാണണം കേട്ടോ. നല്ല ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്ലോഗാണിത്. അത് വ്യത്യസ്തമായ ബ്ലോഗാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കുക.